الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. ജൂൺ പിറന്നതിന് ശേഷം ചില സ്കൂൾ പ്രവേശനോത്സവം, ഇഖ്റയുടെ പഠനാരംഭം ചടങ്ങുകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമായി തോന്നുന്നു. എന്തൊരു ഹരം, എന്തൊരു ആഹ്ലാദം, എന്തൊരു സന്തോഷം. അതെ, വിദ്യാർത്ഥികൾ കലാലയങ്ങളിലേക്ക് പുസ്തകങ്ങളും ബാഗുകളുമായി യൂണിഫോം ധരിച്ചു നീങ്ങുന്നു. കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ അക്ഷരമുറ്റത്തേക്ക് വരുന്നു. അതെ, വിദ്യ തേടി ചെറുപ്പത്തിൽ തന്നെ അവർ കലാലയ ഗോപുരങ്ങളിലേക്ക് വരികയാണ്. അവിടെയാണല്ലോ മനുഷ്യത്വം രൂപപ്പെടുന്നത്, അവിടെയാണല്ലോ സംസ്കാരം രൂപപ്പെടുന്നത്, അവിടെയാണല്ലോ ജീവിതം അധ്യാപനം നടത്തുന്നത്. പഠിക്കട്ടെ, പഠിച്ച് മിടുക്കരാവട്ടെ, മിടുക്കുകളാകട്ടെ, യോഗ്യരാവട്ടെ. എന്ത് വേണം? കൃത്യമായ പാരന്റിങ്, ശരിയായ ദിശയിലൂടെയുള്ള കുട്ടികളെ നയിക്കുക എന്നത് തന്നെയാണ്. ആ നയിക്കുമ്പോൾ വിദ്യാഭ്യാസമാണ് അതിൽ പ്രധാനം. പഠിച്ച് അവർ ഉന്നതങ്ങളിലെത്താനുള്ള തീവ്രമായ ഒരാഗ്രഹവും അത്യാഗ്രഹം, ജാഗ്രത രക്ഷിതാക്കളിൽ തന്നെ ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണല്ലോ. കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെരിഞ്ഞു നോക്കുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ വലിയ വലിയ പണ്ഡിതന്മാരും ശാസ്ത്രപടുക്കളും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരും ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും ഉയർന്നു വന്നത് അവരെ കഠിനാധ്വാനം. ഒന്ന്, ഭരണരംഗങ്ങളിലൊക്കെ അതിന് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം കുടുംബങ്ങളിൽ നിന്ന് പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇമാമുമാരുടെ ചരിത്രം നമുക്ക് അത്ഭുതം തന്നെയാണ്. ഇനി മുസ്ലിം ഭരണകൂടങ്ങൾ തന്നെ നോക്കുക. ഇപ്പോൾ ബഗ്ദാദിൽ ഖലീഫ മഅ്മൂൻ സ്ഥാപിച്ച ബൈത്തുൽ ഹിക്മ പ്രസിദ്ധമാണല്ലോ. വലിയ വലിയ ഗവേഷണങ്ങൾ ആണ് ആ കേന്ദ്രത്തിൽ നടന്നിരുന്നത്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ പോലുള്ളവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും അങ്ങനെ വലിയ പഠനം, നിരീക്ഷണം, സെർച്ചുകൾ നടന്ന് ലോകത്തേക്ക് അവർ വെളിച്ചം പകരുകയാണ് ചെയ്തത്, വലിയ പ്രതിഭാധനന്മാരെ വളർത്തിയെടുക്കാൻ. അങ്ങനെ കഴിഞ്ഞ സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞു പോയ ലോക ചരിത്രങ്ങൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ ശാഖകളിലൊക്കെ കഴിവ് തെളിയിച്ച ഒട്ടനേകം ഉന്നതന്മാരെ, നേതാക്കളെ, യോഗ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഗോളശാസ്ത്രം എടുത്താലും, ഗണിതശാസ്ത്രം എടുത്താലും, വൈദ്യശാസ്ത്രം എടുത്താലും, ജന്തുശാസ്ത്രം, ഭൂമിശാസ്ത്രം, ഇങ്ങനെ ശാസ്ത്രശാഖകളിലൊക്കെ വലിയ വലിയ ഉന്നതന്മാർ സമൂഹത്തിന്റെ സംഭാവനകളായി സേവനം ചെയ്തിട്ടുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട്. നുസീന പ്രസിദ്ധനായ വിശുദ്ധനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ അൽ ഖാനൂനു ഫി തിബ് ഉൾപ്പെടെയുള്ള വൈദ്യശാസ്ത്ര പഠന ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിലേക്കൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടതും പഠനത്തിനും ഗവേഷണത്തിനും ഉപയോഗപ്രദമായതും ചരിത്രമല്ലേ. മഹാനായ അബൂബക്കർ മുഹമ്മദ് ബിൻ സക്കരിയ അർ-റാസി എന്ന മഹാൻ നോക്കുക, എല്ലാം വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ, ചിന്തകന്മാരുടെ കൂട്ടത്തിൽ കഴിവ് തെളിയിച്ച ഗവേഷണ രംഗത്ത് മിടുക്കരല്ലേ. എത്രയോ ശിഷ്യന്മാർ തന്നെ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെയുള്ള ചില ഹോസ്പിറ്റൽ മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവന ചരിത്രം എന്നുമെന്നും അഭിമാനപൂർവം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ ഭരണരംഗത്തുള്ളവരൊക്കെ ഉപയോഗപ്പെടുത്തി മറ്റു ഭാഷകളിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകൾ തർജ്ജമ ചെയ്യപ്പെട്ടതും നമുക്ക് അഭിമാനമുണ്ട്. പറഞ്ഞു വന്നത് ഗവേഷകന്മാർ ഉയർന്നു വരണം എന്നത് തന്നെയാണ്. ഗൈനക്കോളജി, നവജാത ശിശുപരിപാലനം, അതുപോലെ നേത്ര ശസ്ത്രക്രിയ, ഇതിനൊക്കെ വളരെ വളരെ പരിഗണനാർഹമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഔഷധ നിർമ്മാണത്തിലും ഒക്കെയുള്ള മാതൃകകളും ഇവരും ഒന്നോ രണ്ടോ പേരും മാത്രമല്ല, ഈ രംഗത്ത് നിരവധി ഉന്നതന്മാരുടെ നാമങ്ങൾ ചരിത്രം തിളക്കമുള്ള അധ്യായങ്ങളിലാണ് തുന്നിച്ചേർത്തിട്ടുള്ളത്. അത് നീണ്ട നിരയാണ്. വേറെയും പല ശാസ്ത്രശാഖകളിൽ പറഞ്ഞു വന്നത് നമ്മുടെ കലാലയങ്ങൾ അടഞ്ഞുകിടക്കേണ്ടതല്ല.
അത് സജീവമാകണം. നമ്മുടെ മക്കളെ KG തലത്തിൽ ചേർക്കുന്നു, 1-ാം ക്ലാസ് എത്തുന്നു, ഒരു പക്ഷെ 10 വരെയൊക്കെ പഠിപ്പിക്കും. കുറെ ആളുകൾ അതിന് ഇടയ്ക്ക് വെച്ച് നിർത്തും. 10 കഴിഞ്ഞ് വിടുന്നവരുണ്ട്. അല്ല, അവർ 10-ന് ശേഷം പോകട്ടെ, സെക്കൻഡറി തലത്തിലേക്ക് പോകട്ടെ, ഡിഗ്രി നേടട്ടെ, PG നേടട്ടെ, വിവിധ മേഖലകളിലൊക്കെ പ്രാവീണ്യം നേടാനുള്ള പരിശീലന കളരിയിൽ വളരുന്ന തലമുറ വളരെ വളരെ ആക്റ്റീവായി സജീവമായി വരണം. ഒപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, മതവിദ്യാഭ്യാസവും ആത്മീയ മൂല്യങ്ങൾ, സനാതന മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പ്രക്രിയ, അതും യുവത മറക്കാൻ പാടില്ല. യുവാക്കൾ, യുവതികൾ ആ രംഗത്ത് ചെറുപ്പത്തിൽ തന്നെ അതിനുള്ള പരിശീലനം കിട്ടണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ വിദ്യാലയം, കലാലയം, എല്ലാവരും പറയുമല്ലോ, വിദ്യാഭ്യാസ വിദഗ്ധൻ ചിന്തന്മാരും അവരെ മാതാപിതാക്കളാണ്, കുടുംബമാണ്. മാതാപിതാക്കളിൽ തന്നെ മാതാവിന് ഈ രംഗത്ത് വളരെയധികം മാതൃകകൾ നൽകാനുണ്ട്. ഖുർആന്റെ ഒരു മുന്നറിയിപ്പ് നാമൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണേ. അതെങ്ങനെയാ ആ സൂക്ഷിക്കൽ? ആ ശ്രദ്ധ ഇമാം ഖുശൈരി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കുടുംബങ്ങളെ നരകത്തെ തൊട്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ പഠിപ്പിക്കണം, സംസ്കാരം പഠിപ്പിക്കണം, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലേക്കൊക്കെ അവരെ നയിച്ചു കൊണ്ടുപോകണം. അതുപോലെ തന്നെ പാരത്രിക ശിക്ഷയ്ക്ക് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ലേപനത്തിലൂടെയും മാർഗനിർദ്ദേശത്തിലൂടെയും തടയാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അവരുടെ മുന്നിൽ നിങ്ങൾ ഇബാദത്ത്, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതവർ കണ്ടുപിടിക്കട്ടെ. സുന്നത്ത് ജമാഅത്തും തലമുറയ്ക്ക്, കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. സൽ സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ മഹത്തുക്കൾ ഈ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ പറയുമ്പോൾ പാരന്റിങ്, രക്ഷകർത്തൃത്വം, അത് വലിയ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്വം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതല്ലേ, മതം ഏൽപ്പിച്ചതല്ലേ. അപ്പോൾ അതിനെ വീഴ്ച വരുത്തിയാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം, അത് വളരെ ഗൗരവത്തോടെ രക്ഷകർത്താക്കൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേ ഇരിക്കണം. ബഹുമാനപ്പെട്ട ഉത്ബത്ത് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കളെ മര്യാദ പഠിപ്പിക്കാൻ സംബന്ധിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. സന്താന സംസ്കരണത്തിന്റെ പ്രഥമ വഴി, ആദ്യത്തെ വഴി സ്വന്തം ജീവിതം നന്നാക്കലാണ്. തീർച്ചയായും മക്കളുടെ കണ്ണുകൾ നിങ്ങളിലാണ് ഉണ്ടാകുക. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർക്ക് നന്മയായി തോന്നും. നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന കാര്യം അത് തിന്മയായിട്ടും അവർ മനസ്സിലാക്കും. വലിയൊരു പോയിന്റ്, ചിന്താർഹമായ വാക്കാണല്ലോ ഇത്. അതെ, നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ വളരുമ്പോൾ നമ്മിൽ നിന്ന് നല്ലതുണ്ടാകട്ടെ. ആ നല്ലത് എന്ന് പറയുമ്പോൾ ഇബാദത്ത്, സംസ്കാരങ്ങളൊക്കെ ഉണ്ടാകണം. ഒപ്പം അവർക്ക് അറിവുകൾ പഠിപ്പിക്കാൻ, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ, പഠിപ്പിക്കുന്ന, ചിന്തിക്കുന്ന വിഷയങ്ങൾ തന്നെ മതപരമായിട്ടും സൃഷ്ടാവിനെ അറിയാനുള്ള കാര്യങ്ങളുമൊക്കെ അത് അവർക്ക് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം, ശ്രദ്ധിക്കണം എന്നതാണ് ഇനി വരുന്നതിൻ്റെയൊക്കെ വലിയ ഗൗരവം. കുട്ടികളോട് നല്ലൊരു സ്നേഹം. ഇപ്പോൾ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ വാർത്തകൾ പറയുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ആക്രമിക്കുക, മർദ്ദിക്കുക, പീഡനങ്ങൾക്ക് വിധേയമാക്കുക, സ്വന്തം മാതാപിതാക്കളിൽ പോലും ഇങ്ങനത്തെ വാർത്തകൾ കഴിയുന്നുണ്ട്. അപ്പം അതല്ല, കുഞ്ഞുമക്കളോടൊക്കെയുള്ള സ്നേഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ മാതൃക കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരാവേശം തോന്നാറില്ലേ? കുട്ടികളെ വിൽക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ഞാനും ഒപ്പമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മുറ്റത്തെത്തിയപ്പോൾ എൻ്റെ കുഞ്ഞുമോൻ ഇവിടെ ഇല്ലേ എന്ന് പുന്നാർ നബി തങ്ങൾ വിളിച്ചു ചോദിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്നു. അവിടുന്ന് കുഞ്ഞിനെ വാരിപ്പുണർന്ന് ചുംബനം നൽകി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നീ ഈ പൊന്നുമോനെ സ്നേഹിക്കണേ, ഇവരെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണമേ. ഇമാം ബുഖാരി, മുസ്ലിം നിവേദനം ചെയ്ത
മായ ഹദീസുകളൊക്കെ നമുക്ക് ധാരാളമുണ്ട്. ഈ ഒരു വാത്സല്യം മാതാപിതാക്കൾക്കും ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം. ശാപവാക്കുകൾ ഒരിക്കലും മക്കളുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല. അവരുടെ ഗുണത്തിനും നന്മയ്ക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒപ്പം അവര് നാളെ വരാനിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് മുതൽക്കൂട്ടാകും എന്ന ഒരു തിരിച്ചറിവ് രൂഢമൂലമാകുകയാണെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന വിഷയത്തിലും നമ്മൾ വളരെ ബദ്ധശ്രദ്ധരായിരിക്കും. റാസി ഉദ്ധരിക്കുന്നില്ലേ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദർശിച്ച ഒരു സംഭവം. പ്രവാചകൻ നടന്നു പോകുമ്പോൾ ഖബറിൽ ഒരാളെ ശിക്ഷ അനുഭവിക്കുന്നത് കാണുക. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ മലക്കളുടെ അകമ്പടിയോടെ സന്തോഷമാണ് കണ്ടത്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ വ്യത്യാസം? അപ്പോൾ പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം എന്താണ് ഉണ്ടായത്? ഈ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു. പിന്നീട് ഭാര്യ പ്രസവിച്ചു, അല്പം വളർന്നു. ഈ കുട്ടിയെ ഒരു ഗുരുവിന്റെ അടുത്താക്കി ഗുരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമം പറഞ്ഞു കൊടുത്തു. കുട്ടി അത് ഏറ്റ് പറഞ്ഞോട് കൂടിയിട്ട് ദോഷിയായിരുന്ന ആ മനുഷ്യന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയാണ് ഉണ്ടായത്. നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ പരലോകത്ത് നമുക്ക് തുണയായി, നമുക്ക് രക്ഷയായിട്ട് ഉണ്ടാകും എന്ന് പറയുമ്പോൾ, അതെ, ഇപ്പോൾ മദ്രസകളൊക്കെ സജീവമാണ്, സ്കൂളുകളും തുറന്നു. എല്ലാ മേഖലയും പഠിക്കട്ടെ. ഭൗതിക വിദ്യാഭ്യാസത്തിലും വിവിധ മേഖലകളിൽ ആർജിക്കാൻ നാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം ധാർമ്മിക മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന, ആത്മീയ ജ്ഞാനങ്ങൾക്ക് പരിഗണന കൊടുക്കുന്ന, അധ്യാത്മ ജീവിതത്തിന് വഴികൾ തുറക്കുന്ന മേഖലയിലേക്ക് അവർ കൈപിടിച്ചു കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ ശരിയായ ദിശയിലൂടെ, കൃത്യമായ പാരന്റിങ്ങിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ